ധ്രുവതാളത്തിൻ്റെ 5 ജാതിയാണ് ഇന്നലെ പഠിച്ചത്. ഇന്ന് മധ്യതാളവും രൂപകതാളവും പഠിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ 5 ജാതി പഠിച്ച് എങ്ങനെയാണ്. അപ്പോൾ അത് ധ്രുവതാളം ഒരു താളം 5ആയി. ഇനി നമ്മൾ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ 5 താളം നമ്മൾ പഠിച്ചു. ഇനി 30 താളമാണുള്ളത്. അതിൽ ഇന്ന് മധ്യതാളം 5 എണ്ണം, രൂപതാളം 5 എണ്ണം ഇന്ന് പഠിക്കാം. മധ്യതാളത്തിൻ്റെ ഫോർമുല നമുക്കറിയാം. ഒരു ലഘു, ഒരു ദ്രുതം, ഒരു ലഘു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ധ്രുവതാളിനേക്കാളും ഒരു ലഘു കുറവ്. ഇത് മധ്യതാളം ഒരു ലഘു, ഒരു ദ്രുതം, ഒരു ലഘു. ഇനി അതിൻ്റെ ലഘുവിൻ്റെ ജാതി അനുസരിച്ചാണ് പേര് വരുന്നത്. അപ്പോൾ അതിനും മധ്യതാളത്തിനും തിസ്രജാതി, ചതുരശ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി, അതായത് 3, 4, 5, 7, 9. അപ്പം ദ്രുതത്തിന് വ്യത്യാസമില്ല, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ തിസ്രജാതിക്ക് L3, 0, 0 എന്ന് വെച്ചാൽ 02, L3. അപ്പോൾ എത്ര അക്ഷരം വരും? 3, 2, 3, 3, 6, 2, 8 അക്ഷരം. 8 അക്ഷരം. അത് ആ ടേബിളിലുണ്ട്. 8 അക്ഷരത്തിന് അതിൻ്റെ പേര് തിസ്രജാതി മധ്യതാളത്തിൻ്റെ പേര് സാര. എന്താണ്? സാര. ചതുരശ്രജാതി മധ്യതാളാകുമ്പോഴെന്താവും? L-ന് 4, പിന്നെ 02, അതായത് ധ്രുവം 2, L 4. അപ്പോൾ എത്രയാവും? 8, 2, 10. 10 ആകുമ്പോൾ ചതുരശ്രജാതി മധ്യതാളം പേര് സാമ. നേരത്തെ തിസ്രജാതിക്ക് എന്താ? സാര. രണ്ടാമത്തത് സാമ. ഖണ്ഡജാതി L5, ധ്രുവം 2, പിന്നെ എഗെയിൻ L5. അപ്പം 10ഉം 2 ആകുമ്പോൾ 12. ഉഭയ. എന്താണ്? ഉഭയ. അപ്പോൾ സാര, സാമ, ഉഭയ. അടുത്തത് മിശ്രജാതി L7, 02, L7. അപ്പം 7, 7, 14, 2, 16. ഉദീർണ. എന്താണ്? ഉദീർണ. അപ്പോൾ സാര, സാമ, ഉഭയ, ഉദീർണ. ഇനി സങ്കീർണജാതി L9, 02, L9. അപ്പോൾ എത്രയാവും? 20 അക്ഷരം, 20 അംഗസംജ്ഞയാവും. അതിൻ്റെ പേര് നവ. അപ്പോൾ നമ്മുടെ മധ്യതാളം തീർന്നു. മധ്യതാളത്തിൻ്റെ തിസ്രജാതി സാര, ചതുരശ്രജാതി സാമ, ഖണ്ഡജാതി ഉഭയ, മിശ്രജാതി ഉദീർണ, സങ്കീർണജാതി നവ. അത് ഓർക്കാൻ എളുപ്പമുണ്ട്. നവ. നവ എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്. അപ്പോൾ നവ സങ്കീർണജാതി, നവ മധ്യതാളത്തിൻ്റെ. ഇനി രൂപകതാളം. രൂപകതാളത്തിൻ്റെ ശരിക്കുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ദ്രുതം, ഒരു ലഘുവാണ്. അപ്പോൾ ചോദിക്കാൻ, നമ്മൾ ഒരു രൂപകതാളം അടിക്കുന്നുണ്ട്. അത് മലഹരി രാഗത്തിലും പിന്നെ വരവീണയിലും ഒക്കെ നമ്മളൊരു രൂപകതാളം അടിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ താളം എങ്ങനെയാണ്? അത് അടി, 2 അടി, 1 വീശി അല്ലേ? അത് ഈ നമ്മൾ സപ്തതാളത്തിൽ പഠിക്കുന്ന രൂപകതാളത്തിന് ഒരു ദ്രുതം, ഒരു ലഘു. ഇനി ആ ദ്രുതത്തിന് 2 സ്വരം തന്നെയാണ്. ലഘുവിന് തിസ്രജാതി രൂപകതാളമാണെങ്കിൽ അതിൻ്റെ പേരാണ് ചക്ര. തിസ്രജാതി രൂപകതാളം ചക്ര. ചതുരശ്രജാതി രൂപകതാളം പത്തി. പതിയല്ല, പത്തി കേട്ടോ. അപ്പം 02, 14, L4 അത് പത്തി. ഖണ്ഡജാതി രൂപകതാളം 02, L5 വരുമ്പോൾ എത്ര? 7 അക്ഷരം വരും. രാജ. മറ്റേ പത്തിക്ക് എത്ര അക്ഷരമാണ്? 6 അക്ഷരമേ ഉള്ളൂ അല്ലേ? 4, 2, 6. ഇവിടെ ഒരു സ്വരം കൂടെ, ഒരു 5 ആകുമ്പോൾ ഒരെണ്ണം കൂടെ കൂടി. അപ്പോൾ അത് രാജ. മിശ്രജാതി രൂപകതാളം 02, L7, 9. കുല. കുല എന്നാണ് അതിൻ്റെ പേര്, താളത്തിൻ്റെ പേര്. സങ്കീർണജാതി 02, 19, L9 എത്ര? 11 അക്ഷരം. അതിൻ്റെ പേര് ബിന്ദു. അപ്പോൾ ഏതൊക്കെയാണ്? ചക്ര, പത്തി, രാജ, കുല, ബിന്ദു. ചക്ര, പത്തി, രാജ, കുല, ബിന്ദു. എന്നോട് പറഞ്ഞേ. ചക്ര, പത്തി, രാജ, കുല, ബിന്ദു. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ 35 താളവും നിങ്ങൾ ഒരുപോലെ പഠിക്കും ഇല്ലേ? നേരത്തെ പഠിച്ചില്ലേ? നേരത്തെ പഠിച്ചതുപോലെ സാര, സാമ, ഉഭയ, ഉദീർണ, നവ. അത് പഠിച്ച്. അത് ഇവിടെ വന്നപ്പോൾ എന്ത് പഠിച്ച്? ചക്ര, പത്തി, രാജ, കുല, ബിന്ദു പഠിച്ചല്ലോ. ശരി. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി താളങ്ങൾ നോക്കാം.